അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. മക്കളെ, എക്സാം എല്ലാം ഈസിയാണോ? ആദ്യം ബട്ടർ സ്കോച്ച് ഉണ്ടാക്കിയെടുക്കാം. അത് ഒരു കപ്പ് പഞ്ചസാര, അത് മെൽട്ടാകുന്ന സമയത്ത് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അത് മെൽട്ടായി കഴിഞ്ഞാൽ കുറച്ച് നട്ട്സ്, ഏതായാലും കുഴപ്പമില്ല, ബാദാമോ അണ്ടിപ്പരിപ്പോ പിസ്തയോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ഇനി ഞാനൊരു എണ്ണ പുരട്ടിയ ഒരു മൂടിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് അവിടുന്ന് തണിയട്ടെ. ഇനി നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കാം. കസ്റ്റാർഡ് പൗഡർ നമ്മൾ ദോശൻ്റെ എല്ലാം തവി ഉണ്ടല്ലോ, അതിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ആ തവി തന്നെ പകുതി പഞ്ചസാരയും ഈ ഒരു കപ്പിൽ പാലും എന്നിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അടുപ്പിൽ വെച്ചിട്ട് സിമ്മാക്കിയിട്ടൊന്ന് കൈ വെക്കാണ്ട് ഇളക്കിയിട്ട് അതിനൊന്ന് കുറുക്കിയെടുക്കുക. ഞാനൊരു വലിയൊരു കപ്പ് നിറയെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഐസ്ക്രീം അല്ലേ, എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ, എല്ലാവരും കുറേ തിന്നുമല്ലോ. അതുകൊണ്ട് ആ ക്രീം ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു കപ്പോളം ക്രീമുണ്ട്. കസ്റ്റാർഡ് അത് മതി. ഇത് ഒഴിച്ച് നോക്കുമ്പോൾ പാത്രം പോരാ, വലുപ്പം പോരാ. ഞാനിത് കുറച്ച് മുക്കിയിട്ട് വേറൊരു ഐസ്ക്രീമിൻ്റെ ഡബയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഒരു ദിവസം മുഴുവനായിട്ട് ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട്. രാത്രി വെച്ചുകൊടുത്തിട്ട് പിറ്റേന്ന് ഞാനൊരു ഉച്ചയെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിനെടുക്കുന്നുള്ളൂ. കുറച്ച് സമയം കൂടുതൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ നല്ല ചൂടല്ലേ, അപ്പം പെട്ടെന്ന് തന്നെ അത് മെൽട്ടായി പോകും. ഞാൻ ഐസ്ക്രീമിൻ്റെ ഒരു പാട്ടയുണ്ട്, അതിലേക്ക് കൂടി ഇന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാവും. ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് സെറ്റാകുമ്പോൾ ഒരു കവർ കൊണ്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ദിവസമോ 1.5 ദിവസമോ വെച്ച് കൊടുക്കുക. ഞാനത് ഐസ്ക്രീം ആയതിനു ശേഷം മാത്രമാണ് ബട്ടർ സ്കോച്ച് അതിന് മേലെ പൊടിച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഐസ്ക്രീമിൽ ഇത് ചേർത്തുന്നുണ്ടെങ്കിൽ ആ ഐസ്ക്രീം ആക്കുന്ന സമയത്ത് തന്നെ ഇത് പൊടിച്ചിട്ട് കൊടുത്തിട്ട് മിക്സാക്കിയിട്ട് വെക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കുറേ ഐസ്ക്രീം ഞാൻ ഉണ്ടാക്കി, പക്ഷേങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഐസ്ക്രീം ഇതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. ഐസ്ക്രീം കഴിക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. എൻ്റെ മോളെ ബർത്ത്ഡേ കുറേ ഫ്രണ്ട്സുമാർ വന്നിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൊടുത്ത് ഒരിക്കൽ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അന്ന് പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെയ്തെടുത്തത്. മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി. ബൈ, താങ്ക് യു.